സപ്തസാഗരടാച്ചൻ എല്ലോ സൈഡ് ബി എന്ന സിനിമയിൽ രുക്മണി വസന്തിന്റെ ക്യാരക്ടറിന് ഒരു ഹസ്ബൻഡ് ക്യാരക്ടർ ഉണ്ട്. JP തുമ്മനോടാണ് അത് പ്ലേ ചെയ്തത്. ആ ഒരു സിനിമയിൽ തന്നെ ആ ഒരു ആക്ടറിന് ഒരു വെൽ റിട്ടൺ ക്യാരക്ടർ കിട്ടി. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായി. പക്ഷേ അന്ന് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായില്ല ആ ഒരു ആക്ടറിനകത്ത് ഒരു ഒട്ടുക്കത്തെ ബ്രില്യൻ ടാലന്റ് ഉണ്ടെന്ന്. ഞാൻ ഇന്ന് സു ഫ്രം സോ എന്ന കന്നഡ സിനിമ കണ്ടു. സുലോചന ഫ്രം സോമേശ്വർ. വേറെ ലെവല് സിനിമ. ഒരു രക്ഷയില്ലായിരുന്നു. ഒരു കൊച്ചു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഫൺ സറ്റയർ സിനിമയാണ്. മിക്സ്ഡ് വിത്ത് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. അത് പീക്ക് ലെവലിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര പാടുള്ളതാണ്. പക്ഷെ അത് വളരെ രസമായിട്ട് തന്നെയാണ് അതിന്റെ റൈറ്റിംഗ് സ്റ്റേജും അതിന്റെ ക്യാരക്ടേഴ്സിനെയും സീക്വൻസിനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഡയറക്ഷനും അങ്ങനെ തന്നെ. ഇതിലെ ആക്ടേഴ്സിനൊക്കെ ശരിക്കും ഇതിലെ ആക്ടേഴ്സൊക്കെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്താണ് പെർഫോം ചെയ്യേണ്ടത്. പക്ഷെ അവരെയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരു സിനിമ പിന്നെ ഒരു കേറ്റം മാത്രമേ ഉള്ളൂ. അത്രയും നോൺ സ്റ്റോപ്പ് എന്റർടൈനർ. കുറെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും അട്ടഹസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലും ഒരു ഇമോഷണൽ സബ്പ്ലോട്ട് ഉണ്ടെങ്കിൽ പോലും ഒരു കോമിക്കൽ രീതി തന്നെ കഥ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവസാനത്തെ അരമണിക്കൂർ മാത്രമാണ് ഒന്ന് ഗിയർ ചെയ്ത് സീരിയസ് ടോണിലോട്ടാവുന്നത്. പക്ഷെ ആ ഒരു സീരിയസ് ടോണിലായ പോലും അവസാനത്തെ അരമണിക്കൂറിൽ ഒരു നമുക്കൊരു ഓളം ഉണ്ടാക്കാനും കൈയടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെ അവർ ഒരുക്കി തരുന്നുണ്ട്. JP തുമ്മിനോട് എന്ന റൈറ്റർ ആക്ടർ ഡയറക്ടർ ഫുൾ പഠിച്ച് പ്ലാൻ ചെയ്ത് തന്നെയാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ കന്നഡ സിനിമ രക്ഷപ്പെടുത്ത് എന്ന് തന്നെ പറയാൻ പറ്റും. കന്നഡ സിനിമ കേട്ടത് വെച്ചിട്ട് ഈ അടുത്ത് ഫുൾ ഒരു ഡിസാസ്റ്റർ മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആകെ കുറച്ച് പേരുടെ ഇൻവോൾവ്മെന്റ് കൊണ്ട് മാത്രമാണ് ആ ഇൻഡസ്ട്രി ഇപ്പൊ രക്ഷപ്പെടുന്നത്. അതിൽ കുറച്ച് പേരാണ് ഷെട്ടി ബ്രദേഴ്സ്, കിച്ച സുദീപ്, പ്രശാന്ത് നീല്. ഇവരൊന്നും ഇല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി ഇല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഏതായാലും ഈ ഒരു പടത്തിലെ കണ്ടന്റ്, അതിലെ റൈറ്റിംഗ്, അതിലെ ഒരു ഐഡിയ, അതെല്ലാം പുതിയ ടാലന്റ് അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് ഒരു പ്രചോദനമാവട്ടെ. ഇനിയും ഇങ്ങനത്തെ കിടിലം പടമായ ഇൻഡസ്ട്രിയിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ സൂ ഫ്രം സോ സിനിമ കാണുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറെ മലയാളം സിനിമകളിൽ ഷെയ്ഡ്സ് അടിച്ചായിരുന്നു. പുതിയതായിട്ട് പറയുവാണെങ്കിൽ പെരുമാണി, പേരൂർ പ്രീമിയർ ലീഗ്, ഏറ്റവും പഴയ സിനിമകളിലെ കുറെ ഷെയ്ഡ്സ് ആണ് അടിച്ചത്. ഏതായാലും പടത്തിനെ പറ്റി എനിക്ക് പോസിറ്റീവ് മാത്രം പറയാനുള്ളൂ. 2 മണിക്കൂർ 17 മിനിറ്റ് റൺ ടൈം എൻജോയ് ചെയ്ത് എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ഇതിൽ ആദ്യം പറഞ്ഞ പോലെ കുറെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് രാജ്ബി ഷെട്ടി ഒരു സ്വാമിയുടെ വേഷം ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് രാജ്ബി ഷെട്ടി ഒരു കോമഡി വേഷം. അത് പൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും കുറെ ചിരിപ്പിക്കും. അതേപോലെ തന്നെ ഇതിൽ വേറെയും കുറെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ രവീണ്ണന്റെ ക്യാരക്ടർ, അശോകിന്റെ ക്യാരക്ടർ. അത് മാത്രമല്ല ഇതിൽ ഈ ഒരു സിനിമയുടെ ഹോൾ കാസ്റ്റ് അവര് വേറെ ലീഗ് തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയുടെ മ്യൂസിക്, വിഷ്വൽസ്, എഡിറ്റിംഗ് എല്ലാം സൂപ്പർ ആയിരുന്നു. ഈ സിനിമയുടെ റേഞ്ച് തന്നെ കംപ്ലീറ്റ്ലി മാറ്റി. വിഷ്വൽസ് എടുത്ത് പറയുകയാണെങ്കിൽ ആ നാടും നാട്ടുകാരെയും അവരുടെ ഇമോഷൻസ്, അവരുടെ ക്യാരക്ടർ ഡെപ്ത് എല്ലാം നല്ല കറക്റ്റ്ലി അനലൈസ് ചെയ്ത ഡെപ്തോടെ തന്നെയാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ ആകെ ചെറിയൊരു പ്രശ്നം തോന്നിയത് ഞാൻ ഈ സിനിമ കന്നഡ ലാംഗ്വേജ് തന്നെയാണ് കണ്ടത് വിത്ത് സബ് ടൈറ്റിൽസ്. അപ്പോൾ ഈ സിനിമയുടെ ഇതൊരു ഫാസ്റ്റ് പേസ് കോമഡി എന്റർടൈനർ ആണ്. അപ്പൊ ഈ സിനിമയുടെ കഥയായിട്ടും ഈ സിനിമയുടെ ഒരു കോമഡി ആയിട്ടും ജസ്റ്റ് കണക്ട് ആകാൻ കുറച്ച് സമയം എടുത്ത്, അല്ലാണ്ട് വേറെ പ്രശ്നം തോന്നിയില്ല. പക്ഷെ അല്ലാണ്ട് നോക്കിയാൽ പോലും ഇതൊരു ലാംഗ്വേജ് ബാരിയർ ഉള്ള സിനിമയല്ല. ഏതൊരു സിനിമ ലവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സിനിമ ലവേഴ്സ് അല്ലാത്തവർ പോലും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സൂ ഫ്രം സോ. അത്രയും എന്റർടൈനിങ് ആയ ഒരു മൂവിയാണ്. എല്ലാവരും മിസ് ചെയ്യാണ്ട് തന്നെ കാണുക. കേരളത്തിൽ അടുത്ത ആഴ്ച ദുൽഖർ വേഫെയർ സിനിമാസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും മിസ് ചെയ്യാണ്ട് തന്നെ കാണുക. നിങ്ങൾക്ക് ഈ സിനിമ ഗ്രേറ്റ് എക്സ്പീരിയൻസ് തരുന്നു ഞാൻ വാക്ക് തരുന്നു. എനിക്ക് പേഴ്സണലി വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഓഫ് 2025 തന്നെയാണ് സൂ ഫ്രം സോ.